ഹായ്, ഇന്ന് നമുക്ക് റാഗി വെർമിസെലിയും കൊണ്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് റാഗി അതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് പച്ചക്കറി അരിയാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, വേപ്പല, സവാള ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആദ്യം അരിഞ്ഞേച്ച് വരാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് ആവി കയറ്റി എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ വേവിക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂം കിസ്മിസും കൂടി വറുക്കണം. ആദ്യം തന്നെ കാഷ്യൂ വറുക്കാം. കാഷ്യൂ വറുത്തത് എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കിസ്മിസ് ഉണ്ട്. ആ കിസ്മിസ് നെയ്യിൽ നമുക്കതെടുത്തിട്ട് അതിലിട്ട് വഴറ്റാം. അതെടുത്ത് മാറ്റാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ അതുപോലെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള മതി, ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ. അതാദ്യം ആ നെയ്യിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മൾ ആദ്യമേ മറ്റേ റാഗി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ചേർത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ബീൻസ് ചേർക്കാം. ഇപ്പോഴേ ഈ പച്ചക്കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പുമാവിന്നല്ല, ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിലും ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് നഷ്ടപ്പെടും. ലാസ്റ്റ് എല്ലാ പച്ചക്കറിയും വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ സവാള ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബീൻസ് ചേർക്കാം. ബീൻസ് ചേർത്ത് അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് കുറച്ച് വേകണമല്ലോ, അപ്പോൾ നമ്മൾ മൂടി വെച്ച് നമുക്ക് വേവിച്ച് ഇടയ്ക്ക് മൂടി തുറന്ന് അത് ഇളക്കി കൊടുക്കണം. സിമ്മിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ റാഗി അതിൻ്റെ അകത്ത് ഒരുപാട് ഫാറ്റ്സും വൈറ്റമിൻ ബിയും സിയും അയേണും എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബീൻസ് ഇളക്കിയല്ലോ, ബീൻസ് ഇട്ട് അതൊരു വിധത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് അത് മൂടി വയ്ക്കാം. ഈ റാഗിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒരുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ടല്ലോ. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ വ്രതമോ അങ്ങനെയൊക്കെ എടുക്കുമെന്ന് നേരത്ത് ഒരു നേരം മാത്രമല്ല അരിയാഹാരം കഴിക്കുകയുള്ളൂ. അപ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റാഗി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, ഞാൻ ഒരു ക്യാപ്സിക്കം മുഴുവനും എടുത്തില്ല, ക്യാപ്സിക്കൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. വലുതാക്കി അരിയണമെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്യാപ്സിക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത് നമ്മളത് പറക്കിക്കളയും. കുനുകുനായിട്ട് അരിയണമെങ്കിൽ അത് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് കഴിച്ച് പോവും. അപ്പോൾ അതും അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ റോക്ക് സാൾട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനത് എടുത്തിട്ടു. എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ വെന്തോ എന്നറിയാനായിട്ട്, ഇപ്പോൾ പച്ചക്കറികളൊക്കെ വെന്താന്നറിയാനായിട്ട് നമ്മളിപ്പോൾ ഇളക്കണ കോലില്ലേ അത് വെച്ച് ജസ്റ്റ് ആ പച്ചക്കറി ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇതായിട്ട് പോകണമെങ്കിൽ അത് വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേവ് കുറവാണ്. അപ്പോൾ വേവ് കുറവാണെന്ന് തോന്നണമെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചിട്ട് അതിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൂടി വെച്ച് ഇളക്കാൻ നേരത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക്
ആവിയിൽ വേവിച്ച് വെച്ച റാഗി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അത് ഇടിയപ്പം പോലെ കട്ട പോലെ ഇരിക്കണത്. അത് ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഇതിൽ അത് മിക്സ് ചെയ്ത് എല്ലാം കൂടി പെരണ്ട് വരണം. അപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുത്തി അത് എല്ലാ വശത്തും എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ ഒപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. നന്നായിട്ട് പെരളാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് കട്ടയായിട്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കുത്തി അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പച്ചക്കറികളൊക്കെ ഇടുമ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഈ പച്ചക്കറി വേവിക്കണ കൂട്ടത്തിൽ വേണമെങ്കിൽ സെലറി വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് സെലറിയും കൂടി നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് സെലറിയും കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടാലും മതി. എൻ്റെ കയ്യിൽ സെലറി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ക്യാപ്സിക്കം മാത്രം ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല അതും കൂടി ചേർത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഇത് കാണാൻ തന്നെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം, നെയ്യിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയേക്കണേ നല്ലൊരു മണവുമായിരിക്കും. അതുമാത്രമല്ല നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. വേറെ കറിയൊന്നും വേണ്ട, ഇതിൽ തന്നെ പച്ചക്കറികളും ഉണ്ട്, എരിവും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ എരിവും ഉണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കഴിച്ച് നോക്കണേണ്. അപ്പം ഞാനിത് കഴിച്ച് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കൊള്ളാം, നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ.